നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. രാവിലെ ഞാൻ ഇപ്പോഴാണ് തുറന്നത്. ഇനി ഇച്ചിരി താമസിച്ച് തുറക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൂണ് നോക്കാൻ എത്രയുണ്ടെന്ന് നോക്കാം. ഇന്നലെ നമുക്ക് 1 കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കടയിൽ കൊണ്ട് കൊടുത്ത്. അപ്പോൾ ഞാനിപ്പോൾ എന്നും രാവിലെ ഇതുപോലെ തുറന്നിട്ട് അന്നേരം തന്നെ കുളിച്ചിട്ട് എല്ലാം ഓണാക്കിയിടും. ഇതുണ്ടാകും. ഇത്തരമൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ബെഡാണ്. ഇത് പുതിയ ബെഡ്. ഇത് പുതിയ ബെഡിലെല്ലാം കണ്ടോ ഇത്രയും വലുതായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലൊക്കെ ചെറിയ ഈച്ചശല്യമുണ്ട്. അപ്പം നമ്മൾ 2 ദിവസമായിട്ട് ഇതുപോലെ പിന്നെ കുന്തിരിക്കവും കർപ്പൂരം പിന്നെ അറക്കപ്പൊടി ഇട്ടേക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുകച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് കുറയും അത്. അപ്പം നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പുകച്ചു കൊടുത്താൽ മതി. ഈച്ചയൊക്കെ കുറഞ്ഞോളും. പിന്നെ അഴുക്കാവുന്ന ബെഡും മാറ്റി കൊടുത്താൽ മതി. ഇതുണ്ട്, ഇതൊക്കെ നല്ലതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു 150 ഗ്രാമിനടുത്തുണ്ട്. ഇത് നന്നായിട്ട് ഇതുണ്ട്, 150 ഗ്രാമിനടുത്തുണ്ട്. ഇത് ഇന്ന് എടുക്കാനുള്ളതാണ്. ഇന്ന് നമ്മൾ കൊടുക്കും. പിന്നെ ഇതിപ്പോൾ ഇത് നമ്മളിതിന് ഇവിടുന്ന് മാറ്റണം. ഇത് സൈഡ് ഭിത്തിയുടെ അവിടെയായതുകൊണ്ട് കണ്ട മുട്ടിയായിരിക്കുന്നത്. ഇതുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഈ മുകളിലൊക്കെ എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഞാനിതിപ്പം എല്ലാ ദിവസവും 4 പ്രാവശ്യമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് വെയിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നല്ലതായിട്ട് അതിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത് മഞ്ഞ കളർ കാണാൻ കുറച്ച് വെള്ളത്തിൻ്റെ നനവ് കൂടിയത് കൊണ്ടാണ്. അത് കുഴപ്പമില്ല, നമുക്കത് റെഡിയായിട്ട് വരും. പിന്നെ ഇത് നമ്മുടെ പഴയ ബെഡ്. ഇവിടുത്തേൽ ഇന്നിപ്പോൾ ഇല്ല. പിന്നെ നമ്മുടെ പുതിയ ബെഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ തന്നെ ഞാനിത് ഓണാക്കി ഇട്ടേക്കാണ്. പിന്നെ നമ്മളിത് രാവിലെ തന്നെ സ്പ്രേയും ചെയ്ത് കൊടുക്കും. ഞാനിത് കാണിക്കാം. സ്പ്രേ ചെയ്യുന്നത് നമ്മളിത് ഇതുപോലെ ഈ ഒരു ചെറിയൊരു ഇതാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിങ്ങനെ വാങ്ങിച്ചേക്കാം. പിന്നെ ഇതിവിടെ നിന്ന് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ ഹസ്ബൻഡ് തന്നെയാണ് ഇതിങ്ങനെ കണക്ഷൻ കൊടുത്തേക്കാണ്. ഇതിങ്ങനെ പൈപ്പ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇവിടെ ദൂരോട്ടൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഇതിന് സ്പ്രേ വരുന്നുണ്ട്. ഇങ്ങനെ അടിച്ചു കൊടുക്കാനുള്ളത്. ഇത് ബെഡൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ഞാൻ നനച്ച് കൊടുക്കും. അപ്പോൾ കൂണ് നമ്മളിപ്പോൾ രാവിലെ എടുക്കുന്നുണ്ടെങ്കിൽ നനയ്ക്കത്തില്ല. കാരണം നനഞ്ഞ കൂണ് കൊടുക്കുമ്പോൾ പിന്നെ അതൊരു പെട്ടെന്ന് ചീത്തയായിപ്പോകും. അപ്പം കൂണ് എടുക്കുന്നതിന് മുന്നെയാണ് നനച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കൂണ് പതുക്കെ എടുക്കുന്നുള്ളൂ, ഇപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നനച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ നനച്ച് കൊടുക്കുകയാണെങ്കിൽ കൂണ് പെട്ടെന്ന് പുറത്തേക്ക് വരാനുള്ള ചാൻസുകളൊക്കെ കുറവാണ്, അപ്പോൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നനച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ബെഡ് നനയുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കും. വീട്ടിലൊക്കെ ഞാൻ നനച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഞാനൊരു 4 പ്രാവശ്യം ഇപ്പം നനച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂണ് നന്നായിട്ട് വന്നേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ദൂരോട്ട് ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റിയിട്ട് ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ഹസ്ബൻഡ് ചെയ്ത് തരുന്നതാണ്. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തു തരും. നമ്മുടെ പുതിയ റൂം കാണിച്ചു തരാം. പിന്നെ എല്ലാവരും ഒരുപാട് ഡാർക്ക് റൂമൊന്നും വേണ്ട. ഡാർക്ക് റൂം എന്ന് പറയും നമ്മൾ ബെഡ് ഇടാനായിട്ട്. അങ്ങനെ ഒരുപാട് ഡാർക്ക് റൂമൊന്നും വേണ്ട. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പകൽ സമയത്ത് ഇവിടെ ലൈറ്റൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു മറവാണ് ഇതിനുള്ളത്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ മറവുകളൊന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെ ഒരു റൂമിൽ നമ്മൾ അടച്ചിട്ടിരുന്നാലും അത് ഡയറക്റ്റ് അതിനകത്ത് സൺലൈറ്റും അല്ലെങ്കിൽ സൂര്യപ്രകാശവും കാറ്റും ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു മറവ് മതി ഇതിനകത്ത് മൈസീര സ്പ്രെഡ് ചെയ്യാം. 15 ദിവസം ഇതുപോലെ ഇട്ടാൽ മതി. അല്ലാതെ നമ്മൾ ഒരുപാട് ഡാർക്ക് റൂം ഇരുട്ടുള്ള മുറിയൊന്നും വേണ്ട. ഇങ്ങനെ ഒരു മുറി മതി. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ടും ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കാണിച്ചു തരാം. പിന്നെ 16-ാം തീയതി ഇട്ട ബെഡാണ്. ഇതിലൊക്കെ മൈസീല സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് ഡാർക്കൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല, ഇരുട്ടൊന്നും അല്ല. ഇതുണ്ട്, ഇതിനകത്തൊക്കെ ആവി പോലെ വന്നേക്കുന്നുണ്ട്. അത് ഇതിനകത്തേക്ക് എയർ സർക്കുലേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മൈസീലയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ 16-ാം തീയതി ഇട്ടാണ്. 15 ദിവസം കഴിയുമ്പോഴാണ് കീറിലിട്ടിട്ട് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അത് കഴിഞ്ഞിട്ട ബെഡാണ്. ഇത് 16-ാം തീയതി ഇട്ട ബെഡാണ്. ഇത് ഇത്തിരി നനവ് കൂടിപ്പോയിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അറക്കപ്പൊടിയുടെ നനവ്, ബാക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒരുപാട് ഡാർക്ക് റൂം ഒന്നും വേണ്ട. നമ്മളിപ്പം ബെഡ് ഇടാനായിട്ട് ഒരു മുറി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വശം ഒന്ന് നമ്മൾ ചെറുതായിട്ടൊരു തുണിയോ എന്തെങ്കിലും കൊടുത്തൊന്ന് മറിച്ച് കൊടുത്താലും നമുക്കത് ഡയറക്റ്റ് സൂര്യപ്രകാശവും കിട്ടത്തില്ല, കാറ്റും കിട്ടാതെ നമുക്കത് മൈസീര സ്പ്രെഡ് ചെയ്യുന്ന ആ ദിവസം വരെ നമുക്കതവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബെഡ്. ഇനി ഒരു 15-ാം തീയതി 16-ാം തീയതി ഇട്ടല്ലേ, ഇനി 2-3 ദിവസം കൂടെ കഴിയുമ്പോഴുള്ള നമുക്കതിനകത്ത് നനച്ച് കൊടുക്കാറാകത്തുള്ളൂ.
അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. നമ്മൾ കൂണ് ഇപ്പം ഞാൻ എടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ചെറുതായിട്ട് നനച്ച് കൊടുത്ത്. ആ കൂണുള്ള അതേലും നനച്ച് കൊടുക്കത്തില്ല, കാരണം വെള്ളം നനവ് ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് അഴുക്കാവും നമ്മൾ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ പിന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടാണ് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഡാർക്ക് റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പം നമ്മൾ ഇവിടെ ഈ സൈഡിൽ ഇതിങ്ങനെ ഡാർക്ക് റൂമിന് വേണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇതുകൊണ്ട് നെറ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തന്നെ നല്ല വെളിച്ചമാണ്, നെറ്റിനകത്തോടെ കാറ്റും കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇടുമ്പോഴത്തേന് നമ്മൾ ഈ നെറ്റ് ഇവിടെ താത്തിട്ടിട്ടാണ് അകത്ത് ബെഡ് ചെയ്തത് പുതിയത് ചെയ്തിടുന്നത്. പുറത്ത് നമ്മൾ 15 ദിവസം കഴിയുന്നത് ഇടും. ആയതുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശവും അതുപോലെ കാറ്റും ഒന്നും ഡയറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് അത് അങ്ങനെ ഇട്ടേക്കുന്നത്, അത് കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിട്ടാലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.